ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇസ്രായേൽ. ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർണായക കൂടിക്കാഴ്ച. ആണവ പദ്ധതി ഉപേക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഇറാൻ. ആക്രമിച്ചാൽ ഗൾഫിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുമെന്നും ഇറാൻ. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ സന്ദർശനം നടത്തി US ഉന്നത ഉദ്യോഗസ്ഥർ. MC നാസറുടെ വിവരങ്ങൾ നൽകാനായി. നാസർ, ആദ്യഘട്ട ചർച്ചയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതിനിടെയാണ് ട്രംപ് നെതന്യാഹുവിനെ കാണാൻ ഒരുങ്ങുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിന് ചില ആശങ്കകളുണ്ട്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയുമായിട്ടുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ ഇത് രണ്ടാം ഘട്ട ചർച്ചയെ, ഇറാൻ അമേരിക്ക ചർച്ചയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക നാസർ? അനീഷ്, രണ്ടാം വട്ട ചർച്ച അടുത്ത ആഴ്ച നടക്കുമെന്ന് ട്രംപ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തമ്മിൽ ആശയവിനിമയം തുടരുന്നതിനിടെയാണ് തിരക്കിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് നെതന്യാഹു ട്രംപിന്റെ അനുമതി തേടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് തിരിക്കുന്നതും. ബുധനാഴ്ച കാലത്തായിരിക്കും നിർണായകമായിട്ടുള്ള ചർച്ച ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുക. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം എന്നത് ഈ ആണവ വിഷയത്തിൽ മാത്രം ചർച്ച ഒതുക്കുന്ന രീതി ശരിയല്ല. ആണവ പദ്ധതിക്ക് അപ്പുറം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. അപ്പൊ അതുകൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരണം. മാത്രമല്ല, ഈ ഗൾഫ് മേഖലയിലും മറ്റും പ്രോക്സികൾക്ക്, പ്രത്യേകിച്ച് ഹൂത്തികളും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലക്കും മറ്റും ഇറാൻ നൽകുന്ന സഹായവും അതും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതും നിർത്തിവെച്ചെങ്കിൽ മാത്രമേ മേഖലയിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരാറിലേക്ക് ഇറാനും അമേരിക്കയും നീങ്ങുന്നത് അട്ടിമറിക്കുക, അല്ലെങ്കിൽ അത് ആ സാധ്യത തന്നെ തടയുക എന്നതാണ് ഈ തിരക്കിട്ട കൂടിക്കാഴ്ചയിലൂടെ നെതന്യാഹു ലക്ഷ്യമിടുന്നത്. അടിയന്തരമായിട്ട് ചേർന്ന ഇസ്രായേൽ സുരക്ഷാ സമിതി യോഗത്തിന്റെ ഒരു തീരുമാനപ്രകാരമാണ് അമേരിക്കയുമായിട്ട് അടുത്ത ബന്ധം പുലർത്താനും ആശയവിനിമയത്തിലൂടെ ഈ ചർച്ചയിൽ നിന്ന് പരമാവധി അമേരിക്കയെ പിന്തിരിപ്പിക്കാനായിരിക്കും നെതന്യാഹു നീക്കം നടത്തുക. എന്തായാലും ചർച്ച സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിനിടെ ഇറാൻ ഒരു കാര്യം കൂടി ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ രാജ്യം തയ്യാറല്ല എന്ന കാര്യം അസന്നിഗ്ധമായി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആക്രമണം നടത്താനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന കൂടുതൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഈ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടക്കുന്ന ആ കൂടിക്കാഴ്ച വളരെ നിർണായകമായിട്ട് മാറുകയാണ് അനീഷ. നസർ, അതേസമയം തന്നെ ഈ നേരത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആണവ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചയാണ് ഇസ്രായേലിന് ആശങ്ക സൃഷ്ടിക്കുന്നത്. അതായത് ചർച്ച, ഇറാൻ അമേരിക്ക ചർച്ച, അത് ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്നിപ്പോൾ US-ന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ അറബിക്കടൽ നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ കൂടി സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരു പ്രത്യക്ഷ ആക്രമണമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അതാണ് തങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് വിലയിരുത്തൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം സൈനികമായിട്ടുള്ള ഒരു ഭീഷണി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്ര ചർച്ച മാത്രമാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ചർച്ച പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാൻ ഒരു സാവകാശം കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഇറാൻ ഭയക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ, കാരണം ബാലിസ്റ്റിക് മിസൈൽ രംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമ്പുഷ്ടീകരണ യുറേനിയവുമായി ബന്ധപ്പെട്ട പ്രക്രിയയും ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയും തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറും. അതുകൊണ്ട് അമേരിക്കയുമായിട്ട് മാത്രം ഒരു കരാർ വന്നതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പ് നൽകേണ്ട അമേരിക്ക ഇറാനുമായിട്ട് അമേരിക്കൻ നേതൃത്വം ഒരു കരാർ രൂപപ്പെടുത്തുകയാണെങ്കിൽ പോലും തങ്ങളുടെ സുരക്ഷയ്ക്ക് അത് വലിയ വെല്ലുവിളിയാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കനിലെ സയനിസ്റ്റ് ലോബി അത്രയും സ്വാധീനമുള്ള ഒരു വിഭാഗമായത്
ആയതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താനായിരിക്കും നീക്കം. പക്ഷേ മേഖലയിലെ സഖ്യ രാജ്യങ്ങൾ UAE-യും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ സംഘർഷം ലഘൂകരിക്കണമെന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാനിൽ ഒരു ആദ്യഘട്ട ചർച്ച വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവസാനിച്ചത്. ഈ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഈ ഉടക്ക് രീതികളുമായിട്ട് രംഗത്ത് വന്നത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായിട്ട് മാറും. അതോടൊപ്പം തന്നെയാണ് നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ മേഖലയിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ പടക്കപ്പലിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ ഉപദേശകനും മരുമകനുമായിട്ടുള്ള ജറദ് കുഷ്ണറുമാണ് ഇന്നലെ സന്ദർശനം നടത്തിയിരിക്കുന്നത്. കാരണം ഇത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കം നടത്താൻ തങ്ങൾ മടിക്കുകയില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മസ്കത്ത് ചർച്ചയ്ക്ക് ശേഷം ഈ കപ്പലിൽ സന്ദർശനം നടത്തുന്നതിലൂടെ ഈ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നതും.